വിവാഹത്തിന് ശേഷം പലരും പറയുന്ന ഒരു കാര്യമാണ് അവന് മാറി അല്ലെങ്കിൽ അവള് മാറി എന്നുള്ളത്. പക്ഷേ മാറുന്നത് ആളുകളല്ല, ശരിക്കും അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവരെ മാറ്റുന്നത്. ഫസ്റ്റ് ഒക്കെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സംസാരിക്കും, ഒന്നുമില്ലെങ്കിലും കുറച്ചെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ഷെയർ ചെയ്യും. ഒരാള് മറ്റൊരാളെ ശ്രദ്ധിച്ച് കേൾക്കും, ആൾ എന്താണോ പറയുന്നത് അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും റെഡി ആയിരിക്കും. പക്ഷെ പിന്നീട് കുറച്ചൊക്കെ കഴിയുമ്പോൾ ജീവിതം കുറച്ചുകൂടി ബിസിയാകും. ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കുറച്ചും കൂടി കൂടും. കുറച്ചും കൂടി സ്ട്രെസ് ഒക്കെ നമ്മുടെ ലൈഫിലോട്ട് കടന്നു വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോഴൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവല് കുറച്ച് മാറുന്നത്. അതായത് നീ കഴിച്ചോ, എപ്പോഴാ വന്നത്, ഓക്കെ ഞാൻ എത്തി എന്നുള്ള ചെറിയ ചെറിയ കമ്മ്യൂണിക്കേഷൻ ലെവലിലോട്ട് നമ്മുടെ സംസാര രീതികൾ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോഴാണ് നമ്മൾ തമ്മിലുള്ള പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളുകൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കുറഞ്ഞു വരാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ എക്സ്പെക്ടേഷൻസ് കൂടുന്നത്. അതായത് ആൾ എന്തുകൊണ്ട് അങ്ങനെ എന്നോട് ചോദിച്ചു, ആൾ ഇങ്ങനെ അല്ലല്ലോ എന്നോട് ചോദിക്കേണ്ടിയിരുന്നത്, അങ്ങനെ കഴിച്ചോ, അല്ലെങ്കിൽ നീ എപ്പോ വന്നു, അങ്ങനെ ഒരു ചെറിയ കോൺവെർസേഷനിൽ നിർത്താനുള്ളതല്ലല്ലോ ഇത്, കുറച്ചും കൂടി എനിക്ക് വേണമായിരുന്നല്ലോ. ഇത്തരത്തിലുള്ള എക്സ്പെക്ടേഷൻസ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങും. എക്സ്പെക്ടേഷൻസ് കൂടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്റ്റൻസ് കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങും. നമ്മൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടും കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. സോ ഇവിടെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ലേൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തണം. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് അൺലേൺ എന്ന് പറയുന്നത്. അതായത് ഞാൻ മാത്രം എന്തിനു ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ മാത്രം എന്തിനു അവനെ കെയർ ചെയ്യണം, അവളെ കെയർ ചെയ്യണം, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവള് വരണം, ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, ഇത്തരത്തിലുള്ള ഒരു ചിന്തകള് വിട്ടുകളയുക. ഞാൻ മാത്രം എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ ഒഴിവാക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റീലേൺ. അതായത് വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ കെയർ കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പുതിയൊരു രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധം സ്റ്റാർട്ട് ആകുന്നതും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതും അവിടെ നല്ലൊരു കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്സും ഉണ്ടാകുമ്പോഴാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട്, പേഷ്യൻസ്, ഈക്വൽ എഫേർട്ട് ഇതെല്ലാം വേണം. ഇതൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ നമ്മൾ മിണ്ടാതിരുന്നെന്ന് കരുതിയിട്ട് ഒരു റിലേഷൻഷിപ്പും സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ടോലി നമ്മൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബോണ്ട് ഡിസ്റ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈക്വൽ എഫേർട്ടും ഇതിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. ഓക്കെ, ബൈ.